ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പച്ചമുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പച്ചമുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇത് സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ആവശ്യമായിട്ട് എടുത്തിരിക്കുന്ന ഒരു 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ഉണ്ട പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 10 ചെറിയുള്ളിയും ഒരു ചെറിയ പീസ് ഒരു ചെറിയ സബോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ചെറിയുള്ളി മാത്രമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ സബോള മാത്രമായിട്ട് എടുക്കുക. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യുന്നത് ഇതൊരു എല്ലാം കൂടെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടുക. അപ്പോൾ ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ട് ഒന്ന് കറക്കി എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, അല്ലെങ്കിൽ നമ്മൾ ഒരു അമ്മിക്കല്ലിൽ വെച്ച് ചതച്ചെടുത്താലും മതിയാകും. ഇപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇത് ഇടുന്നത്. പെട്ടെന്ന് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നാൽ മതി. ഇവിടെ ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെച്ചിരിക്കുന്ന പച്ചമുളകും എല്ലാം ചേർക്കുന്നുണ്ട്. പിന്നെ ഈ പുളി എടുത്തു വെച്ച ഒരു ചെറിയ പീസ് പുളി ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സി ഒന്ന് അടപ്പ് കൊണ്ടൊന്ന് അടച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഞാനിതെല്ലാം കൂടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയും ചേമ്പ് പുഴുങ്ങിയത് ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ പച്ചമുളക് ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് ചമ്മന്തി റെഡിയായിരിക്കുകയാണ്. ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.